ഇപ്പോൾ എറണാകുളം ഇത് നമ്മളുള്ളത് മരടിലാണ്, എംപയർ ദ ഗ്രാൻഡ് സ്യൂട്ട്. അത് അവിടെ തന്നെ എംപയർ പ്ലാസ റെസ്റ്റോറൻറ്റും ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു 2 ദിവസം സ്റ്റേ ഉണ്ട്. അതുമാത്രമല്ല ഇവിടുന്നായിരിക്കും മറ്റുള്ള എല്ലായിടത്തും പോകുന്നതും. പിന്നെ ഇവിടെ ഒരു റെസിപ്പി ഷൂട്ടും ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ പ്ലാൻ ആക്കിയിട്ടുണ്ട് ഓൾറെഡി നമ്മൾ വരുമ്പോൾ. അപ്പോൾ റെസിപ്പിയും ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള പാർട്ടൊക്കെ ഒന്ന് കാണാം. അപ്പോൾ നമുക്ക് എംപയറിൻ്റെ ഇൻചാർജിനെ പരിചയപ്പെടാം. ഷെഫീഖ് ഉണ്ട് എൻ്റെ കൂടെ. ഷെഫീഖ് പിന്നെ വടകര നാദാപുരം തന്നെ. അപ്പോൾ നാദാപുരക്കാരുണ്ടാകുന്നിടത്ത് അറിയാലോ ഫുഡ് എങ്ങനെ ഉണ്ടാവുന്നുള്ളത്, പ്രത്യേകിച്ച് പറയേണ്ടതൊന്നുമില്ല. അപ്പോൾ പിന്നെ ഇതിൻ്റെ പിന്നെ ഒരു ബ്രാഞ്ചും കൂടെ ഉണ്ട് അല്ലേ? പടമുകളിൽ അല്ലേ? കുണ്ടന്നൂർ ഭാഗത്ത് അല്ലേ? ഞാനിപ്പോൾ ഉള്ളത് മരടിലാണ്. ഇവിടെ ഞാൻ മുമ്പേ വരാറുണ്ട്, വളരെ മുമ്പേ വരാം. അത് പുതിയ ബ്രാഞ്ചാണ് തോന്നുന്നു അല്ലേ? 1 year ആയിട്ടേ ഉള്ളൂ. ആ ഓക്കെ. ആ റൂംസും റെസ്റ്റോറൻറ്റും അവിടെ 18 റൂംസ്, ഇവിടെ 20 റൂംസ്. ഇവിടെ 20 റൂം. ആ എത്ര 3 ടൈപ്പ് റൂം ഉണ്ടാവും അല്ലേ? 3 ടൈപ്പ്, അവിടെ 2 ടൈപ്പ്. അവിടെ 2 ടൈപ്പ്. ആ ഫുഡ് എങ്ങനെ? അറബിക്ക് രണ്ടിടത്തും ഒരേ ഫുഡാണോ? അല്ല ടൈപ്പ് ഫുഡ് എല്ലാ ടൈപ്പും. ചൈനീസ് ഉണ്ട്, സൗത്ത് ഇന്ത്യൻ, നോർത്ത് ഇന്ത്യൻ. നിങ്ങൾ അവിടെ ഞാൻ കേട്ടതാണ് നിങ്ങളെ ഗ്രില്ലും പ്ലാറ്ററൊക്കെ നല്ല ഒരു സംഭവം കേട്ടത്. രണ്ടും ഒരേ റെസിപ്പി പോകുന്ന. ഓക്കെ ഓക്കെ. അപ്പോൾ പിന്നെ ഇവിടെ നമുക്ക് റെസിപ്പി ഷൂട്ടും ഉണ്ട്. നമ്മളെ ഇപ്പോൾ റെസിപ്പി ഇപ്പോൾ ഷൂട്ട് ചെയ്യും. ആ ഷൂട്ട് ചെയ്യുന്നതിന് മുന്നേ ഉള്ളൊരു ബൈറ്റ് പോകുന്നതാണ്. അപ്പോൾ നമുക്ക് പിന്നെ ആ റെസിപ്പി ഷൂട്ടിലേക്ക് പോവാം. ഷെഫ് ഷൈജു. ഷൈൻ. ആ ഓക്കെ. എവരി ഷൈൻ. ഓക്കെ. അപ്പോൾ ഓക്കെ, നമുക്കെന്നാൽ ഷൂട്ടിലേക്ക് പോകാം അല്ലേ? ഓക്കെ. അപ്പോൾ ഇത് എൻ്റെ കൂടെ പിന്നെ റെസിപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് ഷൈൻ ഷെഫ് ഉണ്ട്. എവിടെ നാടെവിടെ? അടുത്ത് തന്നെയാണ്, അരൂര് അല്ലേ? ആ ഇവിടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ പിന്നെ എംപയറിൽ എത്രയായി? ആണോ? 8 വർഷമായി. അതുകൊണ്ട് ആ ഫുഡ് കൺസിസ്റ്റൻ്റ് ആയിട്ട് പോകുന്നതെന്ന് പറഞ്ഞാൽ ഞാനിവിടെ എനിക്കൊന്ന് ഞാൻ ഇവിടെ വരാൻ തുടങ്ങിയിട്ട് എറണാകുളം വരുന്നുണ്ടെങ്കിൽ അധികം ഇവിടെ താമസിക്കും. ഇവിടെ താമസിക്കുന്ന ഓൾമോസ്റ്റ് എനിക്കൊന്നൊരു 6 വർഷത്തോളം ആയിട്ടുണ്ടാവും എന്തായാലും. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് താമസിക്കുമ്പോൾ. അപ്പോൾ ഇതിലെ പക്ഷേ കിച്ചൻ്റെ അകത്ത് കയറിയിട്ട് ആളെ കണ്ടിട്ടില്ല. അകത്ത് കയറാൻ നമ്മളങ്ങനെ അകത്ത് കയറുന്നില്ലല്ലോ. അപ്പോൾ എന്തായാലും ഇന്ന് ഒരു ഫ്യൂഷൻ റെസിപ്പി കേട്ടോ ഞാൻ ചോദിച്ചപ്പോൾ ചെയ്യാൻ പോകുന്നത്. നമ്മളെ റൊളാഡ് ഇറ്റാലിയൻ ഡിഷിലും അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ ഗ്രേവി എന്ന് പറയുന്ന മക്കനി, ആ മക്കനിയും കൊണ്ടുള്ള ഒരു കോമ്പിനേഷൻ അല്ലേ? ഫ്യൂഷൻ അടിപൊളി. അപ്പോൾ പിന്നെ നമുക്ക് ആ റെസിപ്പി ഷൂട്ടിലേക്ക് പോവാം. അതിന് പുറമെ അത് മാത്രമല്ല ഞാൻ ഇത് കഴിക്കാൻ പോകുന്നത്. എനിക്ക് വേണ്ടിയിട്ട് എന്തൊരു സ്പെഷ്യൽ ഉണ്ടാക്കി. ഗ്രിൽ ഫിഷ് ഉണ്ട്, കാന്താരി മാങ്ങ പ്രോൺസ് ആണ് അല്ലേ? അപ്പോൾ അതെന്തായാലും കഴിച്ചിട്ടുള്ള റിവ്യൂവും കൂടെ പറയാം. പിന്നെ കാന്താരി പ്രോൺസും ഫിഷും. ഓക്കെ, ബെസ്റ്റ്. പിന്നെ ഇതിൻ്റെ കൂടെ വരുന്ന അക്കമ്പനിയുടെ സാധനം എന്താണ്? രംഗോളി പൊറോട്ട. അപ്പോൾ കളർഫുൾ, അടിപൊളി. അപ്പോൾ ഓക്കെ, നമുക്ക് കുക്കിങ്ങിലേക്ക് പോവാം. അപ്പോൾ ഇതിന് ചിക്കൻ ബ്രസ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ചിക്കൻ ബ്രസ്റ്റ് ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ നമ്മൾ ബട്ടർഫ്ലൈ കട്ട് എന്ന് പറയും. ഇങ്ങനെ ഓപ്പൺ ആക്കിയിട്ട് ഈ ഹാർട്ട് ഷേപ്പിൽ വരുന്നുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഫില്ലിംഗ് ഇടാം അല്ലേ? മൊസറല്ല ചീസ്. ഓക്കെ, അത് നല്ല ഷ്രെഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഒന്ന് സ്പ്രെഡ് ചെയ്യണോ? മൊസറല്ല ചീസ് ഇടാം, സ്പ്രെഡ് ചെയ്യണം അല്ലേ? ഓക്കെ, നല്ല മെൽട്ടായിട്ട് എടുത്തിട്ടുണ്ട് സാധനം. ഓക്കെ, ഇനി ഇതിലേക്ക് പാർസ്ലി ലീവ്സ്. ഓക്കെ, ഇടാം. പാർസ്ലിൻ്റെ ഫ്ലേവർ പൊതുവേ നല്ല ഫ്ലേവേഴ്സാണ്. ഈ പാപ്രിക്ക പൗഡർ എന്ന് പറയുന്നത് നമ്മുടെ കാശ്മീരി ചില്ലിയിൽ ചെറുതായി സ്വീറ്റ്സ് കയറുന്ന, ഇതിൻ്റെ ഫ്ലേവർ ഞാൻ പറയുന്നത് കാശ്മീരി ചില്ലിയിൽ ചെറുതായിട്ട് ഫ്ലേവർ കയറുന്ന സാധനമാണ്. എന്നുവെച്ചാൽ മധുരം കയറുന്ന സാധനമാണ്. ഇനി ഇതിലേക്ക് ഗാർലിക് കുറച്ച് ഒരു പിഞ്ച് അല്ലേ, കുറച്ച് ഇട്ട് കൊടുക്കുക. ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ ഓക്കെ. ആ ഒരു ഇതിന് വേണ്ടിയിട്ട് ഓക്കെ, ഇത് മതിയല്ലോ അല്ലേ? ഇടയിലൊന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, റോൾ ചെയ്തെടുക്കാം. ഓക്കെ. പെർഫെക്റ്റ്. ടൂത്ത് പിക്കോട് പിൻ ചെയ്ത് വെക്കണം അല്ലേ? അപ്പോൾ ഓക്കെ, നമ്മൾ റൊളാഡ് ആയിട്ടുണ്ട്. ഇനി ഇത് പാനിൽ ജസ്റ്റ് ഗ്രില്ല് ചെയ്തെടുക്കണം. ഈ പാനിലേക്ക് ഗ്രില്ല് ചെയ്യണം അല്ലേ? സൺഫ്ലവർ ഓയിൽ.
ഓക്കെ. ബട്ടർ ആണ്, ബട്ടറും കൊടുക്കും, ഓപ്ഷനിലാണ്. ബട്ടറും ഉണ്ട് അല്ലേ? ആ ഓക്കെ. ബട്ടറും കൂടെ ചെറിയൊരു പോർഷൻ, ഇല്ലെങ്കിൽ ബട്ടർ പെട്ടെന്ന് രണ്ടും കൂടെ ഉള്ള കോമ്പിനേഷനിൽ വരുന്നു. ആ ഓക്കെ. അപ്പോൾ പാനിൽ ഓരോ ഭാഗവും ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഗ്രില്ല് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. സ്ലോലി വേണം ഇത് ഗ്രില്ല് ചെയ്തെടുക്കണ്ട അല്ലേ? വളരെ സ്ലോലി ആയിരിക്കണം. ഇപ്പോൾ ഓക്കെ, നമ്മൾ ഗ്രില്ല് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെച്ചിട്ട് അതിൻ്റെ സോസിലേക്ക് നമുക്ക് പോവാം. ഇതിൻ്റെ സോസ് അടിക്കണം. സോസിന് വേണ്ടിയിട്ട് സൺഫ്ലവർ ഓയിൽ അല്ലേ ഫസ്റ്റ് കൊടുത്തത്? ഓക്കെ. ബട്ടറും കൂടെ കൊടുക്കാം. ഓക്കെ. കുറച്ച് ജീരകം, അതിലേക്ക് ചെറിയ കുമിൻ സീഡ് കേട്ടോ, ചെറിയ ജീരക ഒരു ഹാഫ് ടീസ്പൂണ്. ഓക്കെ. ഗാർലിക് ആഡ് ചെയ്യാം. ജീരകം ജസ്റ്റ് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഗാർലിക് ആഡ് ചെയ്യാം അല്ലേ? ഗാർലിക് ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ കുറച്ച് ഉള്ളി ഫൈൻ ചോപ്പാണ് കേട്ടോ, നല്ല ഫൈൻ ചോപ്പേ. അത് ഏകദേശം ഒരു ഹാഫ് ടേബിൾ സ്പൂണിൻ്റെ അടുത്താണ് ഇട്ടത്. ഫൈൻ ചോപ്പ്. അതിലേക്ക് അതായത് നമ്മൾ ചോപ്പ് ടൊമാറ്റോസ്, അതും നല്ല ഫൈൻ ചോപ്പ് കേട്ടോ. അത് കണ്ടില്ലേ, അത്രയും ചെറിയ ബൈറ്റ്സ്. അത് ഏകദേശം ഒരു 2.5 ടേബിൾ സ്പൂൺ ഉണ്ടാവും. നന്നായി സോട്ട് ചെയ്ത് എടുക്കുക കേട്ടോ. എടുക്കുക. അത് നന്നായി സോട്ട് ചെയ്തതിന് ശേഷം ഇത്തിരി ഗ്രീൻ ചില്ലി ഒരു ഹാഫ് ടീസ്പൂണ് അതിട്ട് ഒന്നുകൂടെ സോട്ട് ചെയ്യുക. അതിലേക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി ഒരു ടീസ്പൂണ്, 1.5 ടീസ്പൂൺ അല്ലേ? ഓക്കെ. കുറച്ച് ക്യുമിൻ പൗഡർ അതൊരു ഹാഫ് ടീസ്പൂണ്. പിന്നെ കൊറിയാണ്ടർ പൗഡർ, മല്ലിപ്പൊടി അതൊരു ടീസ്പൂണ്. മേത്തി ലീസ് അതൊരു ഹാഫ് ടീസ്പൂണ്. ഹാഫില്ല, അതിൽ കുറച്ച് കുറവ്. അത് സോട്ട് ചെയ്തെടുക്കുക അല്ലേ? അതിലൂടെ പാപ്രിക്ക പൗഡർ ഇട്ട് കൊടുക്കുക. ഇതിനെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇത് പാപ്രിക്കയും കാശ്മീരി ചില്ലിയും. ഒന്ന് ക്യാമറ ഇങ്ങോട്ട് വന്ന് ഇതാ, ഇത് കാശ്മീരി ചില്ലി പൗഡർ, ഇത് പാപ്രിക്ക പൗഡർ. ഇത് അതിൻ്റെ കളർ ചെറിയൊരു ഡിഫറൻസ് ഉണ്ടാവും. ഈ പാപ്രിക്ക പൗഡറിന് ചെറിയൊരു സ്വീറ്റ് ഉണ്ടാവും കേട്ടോ, മധുരം ഉണ്ടാവും. അതാ ഡിഫറൻസ് വരുന്നത്. പക്ഷേ സ്പൈസി ഇത്തിരി കമ്മിയായിരിക്കും. അതിലേക്ക് ടൊമാറ്റോ ബ്ലാൻഡ് ചെയ്ത് പേസ്റ്റ് ചെയ്തല്ലേ? ടൊമാറ്റോ പ്യൂരി അത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നുവെച്ചാൽ നമ്മളെ കങ്കസിന് ബദലായിട്ടുള്ള സംഭവം. ഓക്കെ. കങ്കസ് എന്ന് പറയുന്നത് പിസ്സ സോസ് അതിലൊക്കെ വരുന്ന സാധനം, ഇറ്റാലിയൻ ഡിഷിൽ വരുന്ന മെയിൻ സോസാണ് കങ്കസ് കേട്ടോ. അതിന് മുമ്പത്തെ വീഡിയോയിൽ പലയിടത്ത് പറഞ്ഞിട്ടുണ്ട്. അതിങ്ങനെ അതിൻ്റെ ഫ്ലേവർ ഇങ്ങനെ കുക്കായി വരുന്നത് വെച്ചാൽ ആ ബ്ലാൻഡ് ചെയ്ത ടൊമാറ്റോയും പിന്നെ ആദ്യം ഇട്ട മിക്സും മസാലയൊക്കെ ഇങ്ങനെ അതിൻ്റെ ഫ്ലേവർ ഇങ്ങനെ പച്ച സ്മെല്ല് ഇങ്ങനെ വരുന്നുണ്ട്, മുകളിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇത് ഒന്ന് തിക്കായി വരുമ്പോൾ നമുക്ക് ഇതാ ഇപ്പോൾ ഉപ്പിട്ട് കൊടുക്കാം അല്ലേ? ആവശ്യത്തിനുള്ള ഉപ്പ്. അപ്പോൾ പിന്നെ ചിക്കനിൽ നമ്മൾ മാരിനേറ്റ് മൂപ്പര് ആദ്യം ഉപ്പിട്ട് എന്താ പറയുക, കട്ട് ചെയ്ത് വെച്ചവിടെ തന്നെ ഉപ്പിട്ട് വെച്ചിന്. അപ്പോൾ നമ്മുടെ ഇതിൽ പിന്നെ ഉപ്പിട്ട് കാണിച്ചിട്ടില്ല, അതുകൊണ്ട് ആർക്കും കൺഫ്യൂഷൻ ഉണ്ടാവണ്ട. എന്തായാലും കട്ട് ചെയ്ത സമയത്ത് തന്നെ ഉപ്പിട്ട് റെഡിയാക്കി വെക്കാം അല്ലേ? പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള കാഷ്യൂ പേസ്റ്റ് ഇട്ട് കൊടുക്കാം അല്ലേ? ഓക്കെ. പക്ഷേ എത്ര ടേബിൾ സ്പൂൺ വരും? 2-2.5 ടേബിൾ സ്പൂണ്. ഓക്കെ. പിന്നെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിലേക്ക് ഇത്തിരി ഗരം മസാല ഒരു ഹാഫ് ടീസ്പൂൺ വേണ്ട അല്ലേ? അതിൽ കുറച്ച് കുറവ്. അപ്പോൾ അത് ഗരം മസാല മിക്സ് ചെയ്ത് കൊടുക്കാം. ഏകദേശം നമ്മുടെ സോസ് ഓൾമോസ്റ്റ് റെഡിയായി. റെഡി ആയിട്ടുണ്ട്. കുക്കിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കാം അല്ലേ? ഓക്കെ, പെർഫെക്റ്റ്. നല്ല മക്കനി ഗ്രേവി കിട്ടിയിട്ടുണ്ട്. കുറച്ച് ബട്ടറും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം, ആ ഒരു ഗ്ലോസിനെസ്സിന് വേണ്ടിയിട്ട് അല്ലേ? സോസ് ഓൾമോസ്റ്റ് എല്ലാം റെഡി ആയിട്ട് ഫൈനൽ ടച്ച് എന്നുള്ള നിലയ്ക്ക് കുറച്ച് കൊറിയാണ്ടർ ലീവ്സ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇന്ത്യൻ പാർസ്ലി. അതെ, നമുക്കിതൊന്ന് പ്ലേറ്റ് ചെയ്യാം അല്ലേ? പാർസ്ലി ഉണ്ട്, ഇന്ത്യൻ പാർസ്ലി ഉണ്ട്. പാർസ്ലി ഉണ്ട്, ഇന്ത്യൻ പാർസ്ലി ഉണ്ട്. അതെ, എക്സാക്ട്ലി.
ഓക്കെ, നമ്മൾ ഡിഷ് റോളാഡ് കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ ചീസ് മെൽറ്റ് ആയതുകൊണ്ടാണ്. അതിനുള്ളിൽ നിന്ന് ഇത് എങ്ങനെ മെൽറ്റായി വന്നിട്ടുണ്ടോ ചീസ്. അതിൻ്റെ മുകളിലേക്ക് ഇപ്പോൾ നമ്മുടെ മക്നി ഗ്രേവി സോസ് കൊടുത്തു. ഇനി നമുക്ക് ചീസ് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ടിടാം അല്ലേ, ടോപ്പിലേക്ക് ഷ്രെഡഡ് ചീസ് അതൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ടിടാം. ഒരു പിന്നെ കളറിനും അതുപോലെ തന്നെ ഭംഗി, അതിൻ്റെ പിന്നെ കോമ്പിനേഷന് ഒക്കെ നന്നായി വരും. പ്ലേറ്റ് ചെയ്യുമ്പോൾ ഫൈനൽ ടച്ച് എന്നുള്ള നിലക്ക് ഇത് കുറച്ച് നമ്മൾ പാർസലി ലീവ്സും ടോപ്പിലിട്ട് കൊടുക്കാം അല്ലേ. അടിപൊളി, പെർഫെക്റ്റ്. ഇനി കൊറിയാണ്ടർ ലീഫ്. ഓക്കെ, ഇന്ത്യൻ പാർസ്ലേ. അപ്പോൾ നമ്മളാണെന്ന് പറഞ്ഞപ്പോൾ നട്രാജും കൂടി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഷെഫ് ഒന്നും നോക്കിയില്ല, കണ്ടമാന സാധനം അങ്ങ് അറേഞ്ച് ചെയ്ത് ഇവിടെ ഫുള്ള് സെറ്റാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നേരത്തെ ഞാൻ വീഡിയോയിൽ പറഞ്ഞത് നമുക്ക് റുളാഡ് ഓൾറെഡി റുളാഡ് നമ്മൾ നേരത്തെ ചെയ്തത് പിന്നെ ഫിഷ് ഉണ്ട് എനിക്ക് ചെയ്യുന്നത്, അതുപോലെ തന്നെ പ്രോൺസ് ഉണ്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. പിന്നെ ബാക്കിയുള്ള കുറേ സാധനങ്ങൾ ഇതാണ് റെയിൻബോ പൊറോട്ട അല്ലേ, രംഗോളി. രംഗോളി ഇടുന്ന ആ ഫ്ലവർ കാർപ്പറ്റ് പോലെ അല്ലേ, രംഗോളി കാർപ്പറ്റ് പോലെ. അപ്പോൾ ഓക്കെ, നമ്മൾ ഞാനാകെ ഞെട്ടിയിരിക്കുകയാണ്. കാരണം ഞാനിത് പ്രതീക്ഷിക്കാത്തൊരു സംഭവമായിരുന്നു. നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകണമെന്നുള്ളത് എൻ്റെ അടുത്ത് പറഞ്ഞില്ല. അപ്പോൾ റെസ്റ്റോറൻറ്റ് വന്നപ്പോൾ ഈ സ്പ്രെഡ് കണ്ടപ്പോണ്ടല്ലോ ശരിക്കും എന്ത് ചെയ്യണം എന്നൊരു ഐഡിയ ഇല്ലാണ്ടിരിക്കുകയാണ്. കാരണം മിനിമം ഒരു ദിവസത്തെ ഗ്യാപ്പെങ്കിലും തന്നെ ആയിരുന്നു. ഇത്രയും ഫുഡ് കണ്ടിട്ട് തന്നെ ഭയങ്കരമായിട്ട് ഞെട്ടിയിരിക്കുകയാണ്. അപ്പോൾ എനിക്കൊന്നും പറയാനില്ല. എന്താണെന്ന് വെച്ചാൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ഡിഷ് തന്നെ നമ്മൾ സെലക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ എടുക്കാം. 2-3 എടുക്കാം. നിങ്ങളുടെ ഫേവറേറ്റ് ഇപ്പം നാടൻ ബീഫല്ലേ ഇത്? അങ്ങനെ ഇതും എടുക്കാം. പിന്നെ ഇതെന്തായാലും നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ഐറ്റമാണ്. ഓക്കെ, ഇതെടുക്കുക, ഫിഷ് എടുക്കുക, പ്രോൺസ് എടുക്കുക. വെച്ചാൽ പ്രോൺസിൻ്റെ കാന്താരി സ്പ്രെഡാണ് ഇതിൻ്റെ അകത്ത് കൊടുത്തത്, അതും എടുക്കാം. പിന്നെ ഏതെങ്കിലും 2 ഡിഷും വെക്കാം. എന്നിട്ട് ഇത് നമുക്ക് കഴിച്ചിട്ടുള്ള ഒരു റിവ്യൂ പറയാം, ബാക്കിയും കൂടെ കഴിക്കാം നോക്കിയിട്ട്. ഇപ്പം തൽക്കാലം 1 by 1 ആയിട്ട് തുടങ്ങാം. റിവ്യൂ തന്നെ നമുക്ക് ഒരു പ്രിലിമിനറി റിവ്യൂ ആയിട്ട് പറഞ്ഞു. സ്പ്രെഡ് അടിപൊളിയാണ്, സൂപ്പറായിരുന്നു. അപ്പോൾ വെച്ചാൽ അത്രയും വെറൈറ്റി ഓഫ് ഐറ്റംസ്. ഷെഫ് അടിപൊളി, സൂപ്പർ. അപ്പോൾ ഷെഫിൻ്റെ നേരത്തെ പറഞ്ഞതുപോലെ, നേരത്തെ നിങ്ങൾ വോയിസ് കിട്ടിയോന്നറിയില്ല, നമ്മുടെ പ്രസിഡന്റ് അബ്ദുൽ കലാമിന് പിന്നെ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ, ഭക്ഷണം ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ, എത്ര 1 വീക്കോളം. അടിപൊളി ആണ്, ഡയറ്റ് ഷെഫായിട്ട് ഉണ്ടായിരുന്നു. അടിപൊളി. അപ്പോൾ നമുക്കൊരു ഡയറ്റ് റെസിപ്പി ചെയ്യായിരുന്നു കേട്ടോ. നെക്സ്റ്റ് ടൈം നമുക്കത് ചെയ്യാം. എന്തായാലും നമ്മുടെ പ്രേക്ഷകർ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എന്തായാലും ഡയറ്റ്. അപ്പോൾ എൻ്റെ അടുത്തും പക്ഷേ എൻ്റെ അടുത്തും പിന്നെ നമ്മൾ അത് ചെയ്യാത്തത്, എല്ലാവർക്കും ടേസ്റ്റി ഫുഡ് വേണ്ട. ഡയറ്റിൽ നമുക്ക് ടേസ്റ്റി കൺട്രോൾഡ് ആണല്ലോ. അപ്പോൾ നോക്കാം, 1 ഡേ നമുക്ക് ചെയ്യാം എന്തായാലും. അപ്പോൾ ഇത് ഞാൻ കഴിക്കുന്ന 1 by 1 പാർട്ടിലേക്ക് പോവാം. എല്ലാം കൊണ്ട് കഴിക്കൽ നടക്കൂല എന്തായാലും. എല്ലാവരും എൻ്റെ വയറിന് പ്രശ്നം പറയുന്നുണ്ട്. അതുകൊണ്ട് 1 by 1 കുറച്ച് എന്തായാലും കഴിക്കാം. ബാക്കി നമ്മളെ ടീംസൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഫുഡ് ഒരിക്കലും വേസ്റ്റ് ആവില്ലേ. ഇവിടെ ഒരുപാട് പേരുണ്ട് നമ്മൾ, പക്ഷേ ക്യാമറയിൽ എല്ലാവരും കൊണ്ടുവരാൻ പറ്റാത്തത് കൊണ്ടാണ്. അപ്പോൾ നട്ടു തുടങ്ങാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് റോളാഡ് വിത്ത് ചീസ് ആൻഡ് മക്കനി ഗ്രേവി ഇതൊന്ന് കഴിക്കാം. അതാ ചീസ് വല്ലാണ്ട് ഇപ്പോൾ. ചിക്കൻ റോളാഡ് അല്ലേ? ചിക്കൻ റോളാഡ് വിത്ത് മക്കനി ഗ്രേവി. ഫ്യൂഷനാണ്. എന്തായാലും ഇതാ എൻ്റെ കൂടെ പിന്നെ ഷെഫീക്കും കൂടെ ഉണ്ട്. നിങ്ങൾ നേരത്തെ കണ്ടിട്ടില്ലേ, ഇതാടെ സൈഡിലേക്ക് ഇങ്ങനെ ഇരുന്നുണ്ട്. ഷെഫീക്കിൻ്റെ പ്ലേറ്റ് നോക്കട്ടെ. ചീസ് ഇങ്ങനെ വലിയുന്നതും എന്തായാലും നല്ലൊരു കോമ്പിനേഷൻ. വെച്ചാൽ നമ്മളെ ബട്ടർ ചിക്കണിന് ചെറിയൊരു ഡിഫറൻസ് ആയിട്ടുള്ള ഇതാ. അപ്പോൾ നമുക്കിത് കഴിച്ചു തുടങ്ങാം. ഇതിൻ്റെ കൂടെ കഴിക്കണം നമ്മൾ രംഗോളി പൊറോട്ട. അതെ, നോർമൽ പൊറോട്ടയും കഴിക്കാം, ഒരു വെറൈറ്റിക്ക് ഒരു രംഗോളി പൊറോട്ടയും കൂടെ ഉണ്ട്. അതെ അതെ അതെ. അനുഷിന് കേക്ക് കൊണ്ടുവന്നില്ല. ഇതാ അനുഷിന് കേക്ക്. അനുഷ ഒന്നും പൊറോട്ട ഒന്നും വേണ്ടെന്നിട്ട് ലാസ്റ്റ് കേക്കിലേക്ക് ആക്കിയാണ്. അതാ കേക്ക് കത്തിയും പിടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഇത് ഒന്നും പറയാല്ലേ. മക്കനി ഗ്രേവി ചീസിൻ്റെ ഒരു വലിവ് അതാണ് എനിക്കിപ്പോൾ ഫീൽ ചെയ്തത്. എന്നുവെച്ചാൽ മക്കനിയിൽ നല്ല സ്വീറ്റ് ആൻഡ് ഇതെല്ലാം ഉണ്ടാവുക, അതിന്ന് ആ ചീസ് ഇങ്ങനെ വായിന്നിങ്ങനെ വലിയുന്നു. നല്ലൊരു ഡിഷ് കേട്ടോ. എന്തായാലും റുളാഡിന്റെ ഒരു ടേസ്റ്റ് നമ്മൾ റുളാഡ് അതെ 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 ടെക്സ്ചർ കോൾഡ് മീറ്റ് ആയിട്ടാണ് റുളാഡ് കഴിക്കുന്നത്. അപ്പൊ പക്ഷെ ഇതിപ്പോ ഒരേ കോമ്പിനേഷൻ ആയിട്ട് മക്കനി ഗ്രേവി കുറച്ച് ഹോട്ട് ആയിട്ടും ചീസി ആയിട്ടും നല്ല പെർഫെക്റ്റ്, നല്ല കോമ്പിനേഷൻ. ഇനി പിന്നെ നട്ടരാജ് ഫിഷ് പറ, ഞാൻ പ്രോൺസും കഴിക്കാം. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ ഇതിങ്ങനെ ലെങ്ത് ആവും. കുറേ ഡിഷസ് ഉണ്ടായിന്. അതല്ല ഞാൻ പിന്നെ ഷെഫീക്ക് എങ്ങനെയുണ്ട്
നമ്മുടെ ഓക്കെ നമ്മൾ ഇതാ ഇവിടെ ഒന്ന് കഴിക്കുന്നുണ്ടേ. ഇതാ നിങ്ങളും ഇട്. ഇതിൽ പ്രോൺസ് ഗ്രില്ല് ചെയ്തിട്ട്, ടൈഗർ പ്രോൺസ് ഗ്രില്ല് ചെയ്തിട്ട് ഇതിന് ഉള്ളിലേക്ക് കൊടുത്തിരിക്കുന്നത് ഇതാ നല്ല ഫ്ലഷിലേക്ക് ഇതാ ഫ്ലഷ് കണ്ടോ? ഓ അടിപൊളി. ഇതാ ഞാനൊന്ന് എടുക്കാം. ഫ്ലഷിലേക്ക് കൊടുത്തിരിക്കുന്ന കാന്താരിയാണ് കേട്ടോ. കാന്താരി മാങ്ങി ഇതാ. ഇതാർക്കും കണ്ടിട്ട് എന്ന് തോന്നണ്ട, ഞാനിതിങ്ങനെ എടുത്തിട്ട് എനിക്ക് മനസ്സിലായി ആദ്യം എന്താ ജ്യൂസ് ചെയ്തിരുന്നു. എൻ്റെ മോനെ കഴിച്ച് കാണിക്കാറില്ലേ? കഴിക്കാം. ഇപ്പൊ ഞാനൊരു ഫിഷ് കഴിച്ചിട്ട് അത് കഴിക്കാം. ഒരു പൊളി. ഞാൻ ഫിഷ് ഒരു മിനിറ്റ് കഴിക്കട്ടെ. ഇതെന്തായാലും ആള് വന്ന് ചൂസ് ചെയ്യേണ്ട സാധനം കേട്ടോ. ഇത് സാധനം നോക്കിക്കോ, ഒന്നുകൂടെ നോക്കിക്കോ. എറണാകുളം ഉണ്ടെങ്കിൽ നിങ്ങൾ എംപയറിൽ എന്തായാലും എത്താം. പ്രോൺസിൽ ഈ ഒരു കോമ്പിനേഷൻ നിങ്ങളൊന്ന് ട്രൈ ചെയ്തോ. ഇതാ ഞാൻ ഒന്നും കൂടി ഡിപ്പ് കൊടുക്കുകയാണ്. എത്ര കൊടുത്താലും ഞാൻ മുമ്പൊരു റിവ്യൂ പറഞ്ഞിന് വെച്ചാൽ നമ്മൾ ഈരാറ്റുപേട്ടയിൽ പോയിട്ട് കാന്താരി ചിക്കൻ കഴിച്ചിട്ട് അതേപോലെ ഒന്നല്ല, ഇതൊരു വേറെ സീ ഫുഡിൽ വരുമ്പോൾ ഒരു എക്സ്ട്രാ ഓർഡിനറി. കാന്താരിയും മാങ്ങയും കൂടെ കൊടുത്തിട്ടുണ്ട്. അതൊരു കോമ്പിനേഷൻ ആൾക്കാർ ചേർക്കാറുണ്ട് കറികളിലൊക്കെ. പക്ഷേ ഈ ഒരു കോമ്പിനേഷൻ വെരി ഗുഡ്. അന്ന് ഇതാ ഞാൻ ഇതിൻ്റെ ടേസ്റ്റ് കൊണ്ട് നട്രാജും കൂടെ അതിൻ്റെ റിവ്യൂ പറയട്ടെ. അത് ഞാൻ എടുത്ത പോലെ തന്നെ എടുക്കണം. ഉള്ളിൽ നിന്ന് ഫ്ലഷ് ഇങ്ങനെ എടുക്കുക, എന്നിട്ട് അതിങ്ങനെ എടുത്ത് ബൈറ്റ് ചെയ്യുക. അതാണ് ഫ്ലഷ് മാത്രം ഇങ്ങനെ എടുത്തിട്ട് ഒന്ന് ബൈറ്റ് ചെയ്യും. അത്രയും കഴിച്ച് പരിചയിക്കില്ല. അടിപൊളി. എന്താ മോനെ കോമ്പിനേഷൻ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ എടുത്ത് ബൈറ്റ് ചെയ്യും. കഴിച്ച പോലെ തന്നെ ഞാൻ കഴിക്കാം. ഔട്ട്സ്റ്റാൻഡിങ് അല്ലേ? അടിപൊളി. ശരിക്കും ഞാൻ എട്ടി. ഇല്ല ഒന്നുമില്ല. ഇല്ല അതിന്റെ ടെക്സ്ചർ റോ ഫ്ലേവറും ഇതും കൂടെ ആണ്. ഒരുപാട് ഇല്ല നല്ല വായിലിങ്ങനെ വെൽട്ടാന്ന്. നമ്മൾ ആ കടിക്കുമ്പോൾ നടുവിലേക്കാണല്ലേ തട്ടുന്നത്. അപ്പോൾ നടുവിലാ എരിവും സൈഡിൽ നിന്ന് ഇങ്ങനെയുള്ള ഒരു സംഭവം സൂപ്പർ. അപ്പോൾ എന്തായാലും പിന്നെ നമുക്ക് ബാക്കിയുള്ളതിൽ ഒന്നും കൂടെ കഴിക്കാം. എല്ലാവർക്കും എന്താ എല്ലാം 1 by 1 കഴിക്കട്ടെ. ഇവിടെ നമുക്കിപ്പോൾ വൈൻഡപ്പ് വരാം, അല്ലെങ്കിൽ അവിടെ ലൈറ്റ് ആവും. പിന്നെ മീനിൻ്റെ എങ്ങനെ കഴിച്ചിട്ട്? മീൻ നല്ല ഫ്ലഷ്, നല്ല ഒരു ടേസ്റ്റ് ഉണ്ട്. മീനിൻ്റെ ഒരു സാധാരണ ഫിഷ് ഫ്രൈ കഴിക്കുമ്പോൾ ഒരു ഫിഷിൻ്റെ ഒരു അതില്ല. നല്ലൊരു മസാല കോട്ടിംഗ് ഉണ്ട്. ഓവർ കുക്ക് ആവാതെ എടുത്തിട്ടല്ലേ? നല്ല ഇത് ഗ്രില്ലല്ലേ? ഗ്രില്ല്. നമ്മുടെ നോർമൽ ഇത് സാധാ ഗ്രില്ല്. ചാർക്കോൾ ഗ്രില്ല്. അടിപൊളി. തവ ഗ്രില്ലല്ല. പിന്നെ സ്മോക്കിൻ്റെ ആളാണ്, സ്മോക്കി ഫ്ലേവേഴ്സിൻ്റെ ആളാണ്, എല്ലാവർക്കും അറിയുന്നതല്ലേ. അപ്പോൾ ഓക്കെ, നമുക്ക് എന്നാൽ ബൈ പറയാം അല്ലേ? എന്തായാലും അടിച്ചു പൊളിച്ച് ഔട്ട്സ്റ്റാൻഡിങ് ഏറ്റവും ടോപ്പ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ, പ്രോൺസ്. ഒരു രക്ഷയില്ല. അപ്പോൾ നട്ടു ഒന്ന് ക്യാമറ നോക്കിയിട്ട് ബൈ പറ, എന്നിട്ട് നമുക്ക് കഴിക്കാം. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യ്. സ്ഥലം മറക്കണ്ട. സ്ഥലം ഞാൻ എല്ലാ ഡീറ്റെയിൽസ് എൻ്റെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഇത് മരടിലുള്ള ഹൈവേയിലാണ്. അപ്പോൾ പിന്നെ മറ്റേതുള്ളത് നമ്മുടെ ലൊക്കേഷൻ പടമുകളിൽ ജുമാ മസ്ജിദിന് നേരെ ഓപ്പോസിറ്റ്. അപ്പോൾ എല്ലാവരോടും ബൈ, നമുക്ക് ബൈ പറയാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്.